ചേട്ടാ 2021 കോതമംഗലത്ത് ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട്. അത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ആൺ സുഹൃത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അയാൾ സ്വയം നിറയൊഴിക്കുകയായിരുന്നു. അപ്പം ഇത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ആദ്യത്തെ ഒരു കൊലപാതകമൊന്നും അല്ല. പക്ഷെ വളരെ ആസൂത്രിതമായിട്ടാണ് ഇയാൾ ഇത് കൊല ചെയ്തത്. തോക്ക് സംഘടിപ്പിക്കുന്നു, പെൺകുട്ടിയുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത പെൺകുട്ടിയെ നിരീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ചേട്ടാ ഈ ഒരു കേസിൻ്റെ ഒരു വിശദാംശം? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയക്കൊലയാണ്. തോക്കുപയോഗിച്ച് നടപ്പാക്കിയ പ്രണയക്കൊലയിലെ അസാധാരണ ഒരു കേസാണ്, സാധാരണമായിട്ടുള്ളൊരു കേസാണ്. ഇതിലുപയോഗിക്കപ്പെട്ട വെപ്പൺ എന്ന് പറയുന്നത് 7.62 mm കാലിബർ റൈഫിളാണ്. സാധാരണ സൈനികരുടെയിലൊക്കെ ഉണ്ടാവാറുള്ള ഒരു തോക്കാണ് ഇത്. പക്ഷേ ഇതിൻ്റെ തോക്കിൻ്റെ കുഴൽ, അതുപോലെ തന്നെ പിസ്റ്റൾ ഭാഗം, ഇതെല്ലാം തന്നെ കമ്പനി മെയ്ഡും. അതേസമയം ഇതിൻ്റെ പിടി ഇത് വ്യാജമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ തോക്കിന് വേണ്ടി മാത്രമായി ഇത് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നമ്പറും മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7.62 mm കാലിബർ റൈഫിളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഇത് അങ്ങനെ ലഭിക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇത് വ്യാജമായി ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ നിർമ്മിച്ചെടുത്ത് നമ്പർ മായ്ച്ച് എടുത്തിരിക്കുന്നു. ഈ കേസിൻ്റെ കഥ എന്ന് പറയുന്നത്, ഇതിലെ കേസിലെ പ്രതികളെന്ന് പറഞ്ഞാൽ ബീഹാർ സ്വദേശികൾ വരെ ഇതിലെ കേസിലെ പ്രതികളാണ്. അതാണ് സോനുകുമാർ, മനീഷ് കുമാർ, ഇവരൊക്കെ ഈ കേസിലെ പ്രതികളാണ്. അപ്പോൾ അത്രത്തോളം നീണ്ടുപോയി ഈ ക്രൈമിൻ്റെ വ്യാപ്തി. ഒരു പ്രണയം ബീഹാർ വരെ നീണ്ടു. ആ രീതിയിലാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ണൂർ നാറാത്ത് സ്വദേശിനിയാണ്, PV മാനസ, ഇങ്ങനെയാണ് ആ കുട്ടിയുടെ പേര്. നമ്മുടെ കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഡെൻ്റൽ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മാനസ. ഇവർ പരിചയപ്പെടുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ്. തലശ്ശേരി മേലൂർ സ്വദേശിനിയാണ് രാഖിൽ. ഇയാളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് നടത്തുന്ന ജോലിയാണ് ഇയാൾക്കുള്ളത്. അപ്പോൾ ഇവർ പാർട്ട്ണർഷിപ്പിലാണ് ഇത് നടത്തുന്നത്. രാഖിലിൻ്റെ സുഹൃത്തായിട്ടുള്ള ആദിത്യൻ, പ്രദീപ്, ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് നടത്തുന്നത്. അങ്ങനെ ഈ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുകയാണല്ലോ, പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ പേരും ഫോണിനെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ മാനസയും ഇതുപോലെ ഫോണിനെയൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഇവർ ഔചാരിതമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. അപ്പം ഒരാൾ നാറാത്തും ഒരാൾ തലശ്ശേരിയുമാണ്. അപ്പോൾ ഇവരിങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഖിൽ അയാൾക്ക് നേരത്തെ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ കുട്ടി ഉപേക്ഷിച്ചു പോയി. അങ്ങനെ പക്ഷേ ഇയാൾക്കതൊരു ട്രോമയായി. ആ ട്രോമയിൽ ഇയാൾ കഴിയുന്ന സമയത്താണ് ഈ മാനസ ഇൻസ്റ്റഗ്രാം വഴി ഇയാളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇയാൾ ഈ മാനസയ്ക്കയുടെ മുന്നിൽ ഒരു വലിയ ബിൽഡപ്പ് നടത്തി. താൻ ദുബായിൽ ഒരു കമ്പനിയിൽ വലിയ പദവിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് ഇയാൾ മാനസയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാനസയുടെ ഒരു ക്യാരക്ടർ മനസ്സിലായപ്പോഴാണ് ഇയാൾ ഇതിങ്ങനെ ഒരു സ്ഫടികപാത്രം പോലെ ഇതിങ്ങനെ മുകളിലോട്ട് ഭംഗിയായി ഇങ്ങനെ നിർമ്മിച്ച് ഇയാൾ കയറ്റാൻ തുടങ്ങിയത്. ഇയാൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ നാട്ടിൽ ഇയാളുടെ ബന്ധുക്കൾക്കൊക്കെ വലിയ ബിസിനസ് ഉണ്ട്, ഇതൊക്കെ നോക്കി നടത്തുന്നത് താനാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ മാനസ ഇതൊക്കെ വിശ്വസിച്ചു. അപ്പോൾ ആദ്യം അത് സൗഹൃദമായി, പിന്നീട് പ്രണയമായി. അങ്ങനെ പ്രണയം വളർന്നു. അപ്പോൾ ഇയാൾ ചില സമയങ്ങളിലൊക്കെ കണ്ണൂരിലേക്ക് അവധിക്ക് വരുന്ന മാനസയെ 2 വീലറിലും, ഇയാൾക്കൊരു കാറുണ്ട്, ഈ കാറിലുമൊക്കെ കൊണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. പക്ഷേ ഒരു കഥ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒന്നിനോട് യോജിക്കണമല്ലോ. ആ യോജിക്കുന്ന ചരടുകളൊക്കെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങി. ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇതാണല്ലോ, വലിയൊരു ബിൽഡപ്പാണ് കൊടുത്തിരിക്കുന്നത്. തനിക്ക് വലിയ സമ്പത്തുണ്ട്, വലിയ ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാനസയെ പോലൊരു കുട്ടിയെ തൻ്റെ പരിധിയിലാക്കാം എന്നൊരു ധാരണ അയാൾക്ക് ഉണ്ടായിരിക്കണം. അതായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് കൊടുത്തത്. ഏതായാലും ഇയാൾ വലിയ ആഴത്തിൽ ഈ പ്രണയബന്ധത്തിലേക്ക് വീണു എന്നതിൽ സംശയമില്ല. മാത്രമല്ല അയാൾ ഒരു ട്രോമയിൽ കഴിയുന്ന ഒരാളാണല്ലോ. അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ബന്ധം വരികയാണെങ്കിൽ, ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് കയറി പിടിച്ച് തൂങ്ങാൻ തോന്നും. നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ
എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി കഴിഞ്ഞാൽ പിടിച്ച് കയറാൻ അതാണ് ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, വെള്ളത്തിൽ വീണ് മുങ്ങുന്നവരെ ആരെങ്കിലും എടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെയും പിടിച്ച് താത്തുകളെ. അതുകൊണ്ടാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ മുടിയിൽ പിടിച്ച് വലിച്ച് ഉയർത്തിക്കൊണ്ട് വരാവൂ എന്ന് പറയാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇയാൾ ഇതിലങ്ങ് വലിയ ആശ്രയം കണ്ടെത്തി. തൻ്റെ ട്രോമയിൽ നിന്നും തനിക്ക് പുറത്ത് കടക്കാനുള്ള ഏറ്റവും വലിയ വഴി ഇതാണെന്ന് ഇയാൾ വിശ്വസിച്ചു. അങ്ങനെ മുന്നോട്ട് പോകവേ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ബിൽഡപ്പ് തകർന്നു തുടങ്ങി. ഈ സ്ഫടികപാത്രം തറയിൽ വീണ് പൊട്ടി. അപ്പോൾ ഈ കുട്ടി ആദ്യം ഇയാളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ബിസിനസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണല്ലോ, സ്വാഭാവികമായിട്ടും ഈ കുട്ടി എഡ്യൂക്കേറ്റഡ് ആണ്. ആരായാലും ചോദിച്ചു പോകും സംശയങ്ങൾ വരുമ്പോൾ. പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഈ കുട്ടി ഈ രാഖിൽ അത് കൊടുത്തില്ല. ഇയാൾ പല കള്ളങ്ങൾ പറഞ്ഞ് ഒഴിയാൻ തുടങ്ങി. അപ്പോൾ ദുബായിലെ കമ്പനിയിലെ ID കാർഡ് തരാൻ പറഞ്ഞു. അതിൽ നിന്നും ഇയാൾ ഒഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ചു. അപ്പോൾ ഇയാൾ ഇൻറ്റീരിയർ ഡിസൈനിങ് നടത്തുന്ന ഒരാളാണ്, ഇയാൾക്ക് ഈ പറയുന്ന സംഭവമൊന്നുമില്ല എന്ന് ഇയാൾ മനസ്സിലാക്കി. ഇപ്പം മാനസയെ സംബന്ധിച്ചിടത്തോളം മാനസ ഉദ്ദേശിച്ചത് ദുബായിലേക്ക് പോയി, ഇയാൾക്കൊപ്പം ദുബായിലേക്ക് പോയി അവിടെ ഒരു വലിയ സംവിധാനത്തിൽ ജീവിക്കാം. അവിടെ ഒരു ഈ ഡെൻ്റൽ കോളേജിലാണല്ലോ പഠിക്കുന്നത്, തൻ്റെ ഭാവി അവിടെയാണ് എന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർന്നപ്പോൾ ഈ മാനസ പിന്മാറി. അപ്പോൾ ഇയാൾക്കിത് സഹിക്കാൻ പറ്റാതെയായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്താണ് പ്രണയത്തിൻ്റെ അടിസ്ഥാനം എന്നൊരു മണ്ടൻ തത്വം ഇയാളുടെ ഉള്ളിൽ കയറിക്കൂടി. അപ്പോൾ ഈ മണ്ടൻ തത്വം വെച്ചിട്ട് ഇയാൾ ഈ സമ്പത്തുണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കുക. മാനസ ഉദ്ദേശിക്കുന്നത് ദുബായിലൊക്കെ ജീവിക്കാനാണ്. അപ്പോൾ അതിലേക്ക് താൻ എത്തപ്പെടണം. അങ്ങനെ ആയപ്പോൾ ഇയാൾ നേരെ ഈ ആദിത്യൻ പ്രദീപ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കൂടെ ചേർന്ന് അയാളുടെ സഹായത്തോടു കൂടി കാറങ്ങ് വിറ്റു. കാർ വിറ്റിട്ട് ദുബായിലേക്ക് പോകാനുള്ള ശ്രമം, ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം അവസാനിപ്പിച്ചു. സുഹൃത്തിനോട് പറഞ്ഞു, ഇനി ഇൻറ്റീരിയർ ഡിസൈനിങ് ഒന്നും വേണ്ട, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്, അവിടെ പോയി ജോലി കണ്ടെത്തി സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ മാനസയെ തിരിച്ചു കിട്ടൂ എന്നായിരുന്നു ഇയാൾ പറയുന്നത്. അപ്പോൾ കാർ വിറ്റിട്ട് ഇയാൾ ദുബായിക്ക് പോകാനുള്ള ശ്രമം നടത്തി. അത് കോവിഡ് സമയമാണ്, പെട്ടെന്നൊന്നും കയറിപ്പോക്ക് നടക്കില്ല. അങ്ങനെ ഇയാൾ കോയമ്പത്തൂർ വഴി കയറിപ്പോകാനുള്ള ശ്രമവും നടത്തി, അതും പരാജയപ്പെട്ടു. അങ്ങനെ ഇയാൾ വീണ്ടും വീണ്ടും ഈ കുട്ടിയെ ശല്യം ചെയ്തു തുടങ്ങി. ഇയാൾ ശല്യം ചെയ്യാന്ന് വെച്ചാൽ ഇയാൾ എന്ന് പറയുന്നത്, കുറച്ച് വർഷം കൂടി നീ വെയിറ്റ് ചെയ്യൂ, ഞാൻ സമ്പത്തുണ്ടാക്കി ആ ലെവലിലേക്ക് എത്തും, എനിക്കതിൽ വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, നീ രക്ഷപ്പെടുന്നതാലും എനിക്ക് കുഴപ്പമില്ല, നീ നശിച്ചാലും എനിക്കൊന്നുമില്ല, നീ നശിച്ചാലും എനിക്ക് പ്രശ്നമല്ല, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു മറുപടി പറഞ്ഞു. ഈ മറുപടി ഇയാളെ വല്ലാണ്ട് കയറി ഒലച്ചു കളഞ്ഞു. ഇതാണ് ഈ ക്രൈമിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണം. അതായത് താൻ നശിച്ചാലും താൻ രക്ഷപ്പെട്ടാലും ഒന്നുമില്ല എന്ന് താൻ ഇത്രയും കാലം പ്രണയിച്ച ഒരാൾ തന്നോട് പറഞ്ഞിരിക്കുന്നു. ഇത് ഇയാൾക്ക് പകയായി. ഇയാൾ ഈ ആദിത്യൻ പ്രദീപിൻ്റെ കൂടെ ജൂലൈ മാസം 2021 ജൂലൈ മാസം 12-ാം തീയതി ബീഹാറിലേക്ക് പോയി. ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ നടത്തുന്നവരാണ്. ഇവർക്കിടെ തൊഴിലാളികളൊക്കെ ഇത്രയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അവർക്ക് അങ്ങനെ പരിചയം വരും. ഈ ബീഹാറിലൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ഈ സറണ്ടർ ഡിപ്പോസിറ്റ് റൈഫിൾ എന്ന് പറയും, അതായത് ഈ സറണ്ടർ ചെയ്യുന്ന തോക്കുകൾ, ഇത് മറച്ചു വയ്ക്കാറുണ്ട്. ഇത് മറച്ചു വയ്ക്കുമ്പോൾ ഇതിൻ്റെ നമ്പറും പിടിയുമൊക്കെ മാറ്റിയിട്ട് ഇത് വ്യാജമായിട്ട് വിൽക്കും. നമ്മളവിടുത്തെ കുഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 60,000-70,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ തോക്ക് കിട്ടും. നമുക്ക് തോക്ക് അവിടെ നിന്ന് കിട്ടും, പക്ഷേ സേഫായിട്ട് ഇവിടെ എത്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് തോക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു തോക്ക് ഇവർ സംഘടിപ്പിച്ചു. ഇയാൾ അവിടെ പോയിട്ട് ഈ മനീഷ് കുമാർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു. മനീഷ് കുമാർ സോനുകുമാർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തി. ഈ സോനുകുമാർ 61,000 രൂപയ്ക്ക് ഒരു തോക്ക് ഇയാൾക്ക് നൽകി, ഈ രാഖിൽ നൽകി. ഈ തോക്കുമായിട്ടാണ് ഇവർ ഇവിടെ തിരികെ എത്തിയത്. അതിനുശേഷം ഇയാൾ നേരെ ഈ നെല്ലിക്കുഴിയിൽ ഈ മാനസ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടരികിൽ ഒരു റൂം വാടകയ്ക്കെടുത്തു. അപ്പം നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. മാനസയുടെ റൂമിലേക്ക് ഈ വെയിൽ വന്ന് ഡയറക്റ്റായിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി അതിലൊരു മറയുണ്ട്. ആ മറ കാരണം ഇയാൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. അപ്പോൾ
ഇയാളുടെ ആവശ്യം മാനസയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ആ മറ പ്രശ്നമാണ്. ഇയാളൊരു കള്ളം പറഞ്ഞ് ആ കെട്ടിടത്തിൽ കടന്നുകൂടിയിട്ട് ഇയാൾ ആ മറ അവിടെ നിന്ന് എടുത്തു മാറ്റി. ആ മറ അവിടെ നശിപ്പിച്ച് കളഞ്ഞു അയാൾ. എന്നിട്ട് ഇയാളെ തിരിച്ച് റൂമിൽ വന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഈ കുട്ടി വരുന്നത് പോകുന്നത്, എപ്പോൾ വരും എപ്പോൾ പോവും, എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കുട്ടി രാത്രിയിലൊക്കെ ഫോൺ ചെയ്യുന്നതൊക്കെ, പുറത്തിറങ്ങിയെന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ ഇയാൾ കാണാൻ തുടങ്ങി. ഇത് കൂടുതൽ പകയായി. ചിലപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ വിളിക്കുമോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെയെങ്കിലും വിളിക്കാമല്ലോ. പക്ഷേ ഇയാൾക്കിത് ആരെയോ പുതിയൊരു ബന്ധം മാനസിക്കുണ്ടായി എന്നൊരു ചിന്ത ഇയാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു വന്നു. പിന്നെ കൈയിരിക്കുന്നതും തോക്കാണല്ലോ. ഇത് തോക്ക് കയ്യിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ അപകടം ചെയ്യുന്ന സാധനമാണ്. പെട്ടെന്ന് പ്രകോപനം ഉണ്ടായാലും എടുത്ത് പൊട്ടിക്കാൻ തോന്നും. അന്നേരം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഇയാൾ ഈ കെട്ടിടത്തെ ഉടമയോട് പറഞ്ഞത് താനൊരു പ്ലൈവുഡ് വ്യാപാരിയാണ്, ബിസിനസ്സിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ്. കെട്ടിട ഉടമ അത് വിശ്വസിക്കുകയും ചെയ്തു. കാര്യം കൃത്യമായി വാടക കൊടുക്കുന്നുണ്ട്. പെർ ഡേ ആയിരുന്നു വാടക. ഇയാൾ അതിനു മുമ്പും, ഈ തോക്ക് മേടിക്കാൻ പോകുന്നതിന് മുമ്പും ഇവിടെ വന്ന് താമസിച്ചിട്ട് ഈ മാനസയെ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ജൂലൈ മാസം 12-ാം തീയതി പോകുന്നത്. ജൂലൈ മാസം 4-ാം തീയതി ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അന്നേരം ഇയാൾ പറഞ്ഞത് എറണാകുളത്ത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ വർക്കുണ്ട്, അതിനുവേണ്ടി പോകുന്നു എന്നാണ് ഇയാളുടെ സഹോദരനോട് പറഞ്ഞത്. അങ്ങനെ ജൂലൈ മാസം 30-ാം തീയതി എത്തി. വൈകുന്നേരമായപ്പോൾ ക്ലാസ് കഴിഞ്ഞ് മാനസയുടെ സുഹൃത്തുക്കളും ഈ റൂമിലേക്ക് എത്തുകയുണ്ടായി. ഈ സമയത്ത് ഇയാൾ സഹോദരന് ഒരു മെസ്സേജ് അയച്ചു. ഇയാൾക്ക് ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് ഒരു മെസ്സേജ് അയച്ചു. ജീവിതം തകർന്നു എന്നായിരുന്നു ആ മെസ്സേജിൻ്റെ കണ്ടൻറ്റ്. ഇതിനുശേഷം ഇയാൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഈ തോക്ക് മടിയിൽ തിരികൊണ്ട് നേരെ ചെന്ന് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവരവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് ഇവനെ കണ്ടു, രാഖിലിനെ കണ്ടു. നീ എന്തിനിവിടെ വന്നു എന്ന് ശബ്ദമുയർത്തി ഈ കുട്ടി ചോദിച്ചു. ഈ മുയലിനെയൊക്കെ നമ്മൾ ചെവിൽ തൂക്കിയെടുക്കില്ലേ, അതുപോലെ ഇവൻ ഇതിനെ തൂക്കിയെടുത്ത് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കതകം കുറ്റിയിട്ടു. ഇത് കണ്ട് പേടിച്ച് നിലവിളിച്ച ഈ കൂടെയുള്ള പെൺകുട്ടികൾ താഴെ കൂടി. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അവിടെ കൂടിയപ്പോൾ ഈ പടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വെടിയൊച്ച കേട്ടു. വെടിയൊച്ച എന്ന് പറഞ്ഞാൽ ആദ്യം 2 തവണ കേട്ടു, പിന്നെ 1 തവണ കേട്ടു. ഈ വെടിയൊച്ച കേട്ടതോടുകൂടി ആളുകളും അവിടേക്ക് ഓടിക്കയറി, ഈ പെൺകുട്ടികൾക്കൊപ്പം. അവിടുത്തെ തൊഴിലാളികൾ ആ കതക് ചവിട്ടി പൊളിച്ചു. അപ്പോൾ ഈ രാഖിൽ അപ്പം തന്നെ മരണപ്പെട്ടിരുന്നു. അയാളുടെ തലയുടെ കൃത്യമായ ഭാഗത്താണ് അയാൾ നിറയൊഴിച്ചത്. അത് കൃത്യമായി മരണം സംഭവിക്കും. ആ ഭാഗത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതൊരു എളുപ്പ വഴിയാണ്. അത് പറയുന്നില്ല. മാനസയ്ക്ക് 2 വട്ടം വെടിവെക്കേണ്ടി വന്നു. എന്നിട്ടും മാനസ മരിച്ചില്ല. മാനസ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണപ്പെട്ടത്. അങ്ങനെ ഈ 2 പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അയാൾ നേരത്തെ തന്നെ മരിച്ചു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഈ രാഖിൽ നേരത്തെ തന്നെ മരണപ്പെട്ടു. മാനസ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മാനസയും മരണപ്പെട്ടു. മാനസയുടെ പിതാവ് ഒരു വിമുക്ത ഭടനാണ്, മാധവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഇദ്ദേഹത്തിന്, എൻ്റെ ഓർമ്മയിൽ ഇത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇത് വലിയ ചർച്ചയായി കേരളത്തിൽ. കാര്യം പ്രണയക്കൊലകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ആസിഡ് ആക്രമണം വഴിയും അല്ലാണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതും കുത്തിക്കൊന്നതുമായിട്ടൊക്കെ ഒരുപാട് കേസുകളുണ്ടല്ലോ. എണ്ണം കുറയുന്നില്ല, കൂടി വരികയാണ്. അങ്ങനെ ഒരു ഇപ്പം ട്രെൻഡ് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആത്മഹത്യകളാണെങ്കിലും ഒരു സമയത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലുള്ള കൊലപാതകങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ. ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ കൊലപാതകം തന്നെയായിരുന്നു. ഇത് ഏറ്റവും കേരളത്തിലെ, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ക്രൈം ഹിസ്റ്ററിയിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേസാണ് മാനസ രാഖിൽ കേസ്. പോലീസ് അങ്ങനെ സ്ഥലത്തെത്തി ഈ തോക്ക് എടുത്തു. തോക്ക് അവർ ഈ ബാലിസ്റ്റിക് എക്സ്പേർട്സ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചു. അപ്പോഴാണ് ഇത് അറിയുന്നത്, ഇത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കൊക്കെ കയ്യിൽ സാധാരണ കാണുന്ന ഒരു തോക്കാണെന്ന്. ഇത് എവിടെ നിന്ന് കിട്ടി? അതായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ്
ജൂലൈ മാസം 12-ാം തീയതിയിലെ ബീഹാർ യാത്രയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അങ്ങനെ പോലീസ് ബീഹാർ വരെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. പോലീസ് അവിടെ വരെ, സാധാരണ പോലീസിന് ഇത്രയും ചെയ്താൽ മതി, ഇര മരിച്ചു, പ്രതി കൊല്ലപ്പെട്ടു, കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേസ് അവസാനിപ്പിക്കുക. പോലീസിന് വലിയ മെനക്കേടില്ല. പക്ഷേ കേരള പോലീസ് അവിടെ വിട്ടില്ല. ഇനിയൊരു കേസ് ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശം കേരള പോലീസിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ SP കാർത്തികിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ അന്വേഷണം ബീഹാർ വരെ വ്യാപിപ്പിച്ചു. ബീഹാറിൽ നിന്ന് പിടിച്ചു. സോനുകുമാറിനെയും മനീഷ് കുമാറിനെയും ഒക്കെ കേരള പോലീസ് അവിടെ പോയി പിടിച്ചു. ഒന്നാം പ്രതി രാഗിലായിരുന്നു. രാഗിൽ മരണപ്പെട്ടതായി കാണിച്ച് പോലീസ് റിപ്പോർട്ട് കൊടുത്തു, കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. രണ്ടാം പ്രതി ആദിത്യൻ പ്രദീപ്, രാഗിലിൻ്റെ ആത്മസുഹൃത്ത്, അതായത് കൂട്ടുകാരനൊപ്പം ബീഹാറിലേക്ക് പോകാൻ തയ്യാറായ ആൾ. മൂന്നാമത്തത് സോനുകുമാർ, തോക്ക് കൊടുത്ത ആൾ. നാലാമത്തത് മനീഷ് കുമാർ, പരിചയപ്പെടുത്തിയ ആൾ. ഇങ്ങനെയാണ് അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചത്. ഏതാണ്ട് 80 ദിവസങ്ങൾക്ക് ഇപ്പുറം തന്നെ 90 ദിവസം എത്തിക്കാൻ പോലീസ് സമയം കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ 90 ദിവസത്തിന് മുമ്പ് തന്നെ പോലീസ് കുറ്റപത്രം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തു. അതിൻ്റെ നിയമ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസിയാണ്, കേസ് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മെനക്കേടില്ലാത്ത പരിപാടിയാണ്. ഇരയും മരിച്ച് പ്രതിയും മരിച്ചാൽ വലിയ തൊല്ലയില്ല. പിന്നെ പ്രതിയെ കൊണ്ട് നടക്കണം, അവനെ തെളിവെടുപ്പ് നടത്തണം, അവനെതിരെ കുറ്റപത്രം സമർപ്പിക്കണം, പിന്നെ അവൻ്റെ വിചാരണ കാലഘട്ടത്തിൽ അവിടെ പോയി സാക്ഷി പറയണം. ഇതൊക്കെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിലൊരു സാക്ഷിയാണല്ലോ. അപ്പോൾ ഈ മെനക്കേടുകളൊന്നും ഉണ്ടല്ലോ, ഇല്ലാതാക്കാൻ എളുപ്പമായിരുന്നു കേരള പോലീസിന്. പക്ഷേ പോലീസ് അത് ചെയ്തില്ല. പോലീസ് ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ അങ്ങ് ബീഹാർ വരെ കേരള പോലീസ് തേടിപ്പോയി. അതുകൊണ്ട് പിന്നീട് ഒരു പ്രണയക്കൊല തോക്കുകൊണ്ട് സാധിച്ചില്ല. തോക്കുകൊണ്ടൊരു പ്രണയക്കൊല നടക്കുകയും ഈ രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ആവർത്തിച്ചേനത്. മാനസയുടെ മൃതശരീരം അടുത്ത ദിവസം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. ഇതിൻ്റെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. പിതാവ് ഞാൻ പറഞ്ഞല്ലോ വിമുക്ത ഭടനാണ്. അദ്ദേഹം ഈ ബോഡിക്ക് ഒരു സല്യൂട്ട് നൽകി. രാഖിലിൻ്റെത് തലശ്ശേരി മേലൂരിലെ വീട്ടിലായിരുന്നു സംസ്കാരം നടന്നത്. അങ്ങനെ കേരള ഹിസ്റ്ററിയിൽ തന്നെ എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ അക്കാഡമിയിൽ ഈ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഈ കേസിനെ കുറിച്ചുള്ള പഠനമല്ല, ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കേസുകൾ അവർ എടുത്തു വെക്കും. പോലീസ് അക്കാഡമിയിൽ പുതിയ ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരിത് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് ഈ കേസിൻ്റെ നാൾ വഴിയെന്ന്. ശരി.